ഇല്ലെങ്കിലും ഒരു കൊത്തങ്കല്ലിൽ പിടിച്ചിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഒരു എത്ര ടീമുകൾ വട്ടത്തിലിരുന്നാൽ ഒരു സി ടൈപ്പിൽ ഓക്കെ. അവിടെ പറഞ്ഞു എന്നിട്ട് പാട്ട് അവിടെ നിന്ന് പറഞ്ഞു. റൈറ്റ്, കൊത്തങ്കല്ല് ആണ്. ഓർക്കുക, പ്രായമേറെയായി കയ്യും കാലൊക്കെ ചമരം പടിഞ്ഞിരിക്കാൻ പറ്റുന്നവര് മാത്രം പോന്നാൽ മതി. ഇവിടുന്ന് കുളത്തി പിടിച്ചിട്ട് കൊണ്ടുപോകാനാവില്ല. റെഡി, വെരി ഇരുന്നോളി. ഇവരിപ്പോ വക്കത്ത് നിൽക്കുള്ളൂ, കാരണം ആടെ ഒന്ന് കയ്യും കാലം മടങ്ങൂല. ഞാൻ പിടിക്കണോ? വരി വരി. റൗണ്ട് തോനാളിന് നമുക്ക് ഒരു റൗണ്ട് കൂടി ആക്കാം. കല്ലില്ലേ? കണ്ടിക്കാര് കോരിക്കാര് കല്ലില്ലെന്നോ? ആയില്ല ആയില്ല ആയില്ല. ഒരു മിനിറ്റ്, ഒരു പൊടിക്കടങ്ങി. ഇത് ആൾക്കാർക്ക് കാണുകയും കൂടി വേണ്ടേ? അത് ശരി. ഈ ഒരു മിനിറ്റ് ഞാനൊന്ന് എണ്ണിട്ട് ചിലപ്പോൾ 2 റൗണ്ട് ആക്കും. ഓക്കെ, അച്ഛനോണി ഒരു പൊടിക്കടങ്ങി. ഓക്കെ, 10 പേരുടെ ഒരു ടീം ആദ്യം കളിക്കുക. സ്ഥലം പിടിക്കണ്ട, 10 പേരുടെ ഒരു ടീം ആദ്യം കളിക്കുക. അവങ്ങൾ ഇരിക്കണോടൊന്നും അനങ്ങല്ലേ. ഞാൻ പറയാം ആരൊക്കെ എണീക്കണം എന്നുള്ളത്. കുഞ്ഞുമോളെ ഈ സെഫായിട്ട് എണീച്ചാണ് തെറ്റി പോയാലിട്ട് എന്താ പറയുക, കാണില്ല, ക്യാമറയിലൊന്നും കിട്ടില്ല, ഒക്കെ പിന്നാമ്പുറയ്ക്കും. റെഡി? അപ്പോൾ ബാക്കിയുള്ളവരുടെ ഒരു റൗണ്ട്, സെക്കൻഡ് റൗണ്ടും ഉണ്ടാവും. ഓക്കെ, റെഡി? നിങ്ങൾ സെക്കൻഡ് റൗണ്ട് ആവട്ടെ. നിങ്ങൾ തൽക്കാലം ഒന്നുകൂടെ വെയിറ്റ് ചെയ്യും, 2 മിനിറ്റ്. ഇനി ഇങ്ങോട്ട് തിരികെ കേക്കോട്ട് ആയിക്കോട്ടെ. ശ്രദ്ധിക്കുക, ഈ മത്സരം കഴിഞ്ഞാലുടൻ 19 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള സഹോദരിമാർക്കുള്ള സുന്ദരനും പൊട്ടുതൊടൽ മത്സരം ആരംഭിക്കുന്നു. 19 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള സഹോദരിമാർ സുന്ദരന് പൊട്ടുതൊടുന്നു. മത്സരം ഈ കഴിഞ്ഞാലുടൻ ആരംഭിക്കുന്നു. കൊത്തങ്കല്ല് മത്സരമാണ്, നിങ്ങൾക്കറിയാലോ. എനിക്ക് വലിയ പിടുത്തല്ല. റെഡി? അപ്പൊ ഞാൻ വിസിലടിക്കും. ഇത് ഇട്ടിട്ട് വെട്ടിടുപ്പല്ലേ നിൽക്കല്. എങ്ങനെ അവസാനത്തെ റൗണ്ട് എന്താ? ഇത് ജഡ്ജാവാൻ ഒരാളോട് വേണം. ഓക്കെ, ആദ്യം നമുക്കൊരു ട്രയൽ. റാബിയ എക്സ്പേർട്ടാണ്, ഒരുപാട് കോമ്പറ്റീഷനിൽ മത്സരിച്ച് പങ്കെടുത്ത ആളാണ്. ഫിലാഡൽഫിയ, ഉഗാണ്ട, നൈജീരിയ, കുന്നംകുളം, കൽപ്പറ്റ തുടങ്ങിയ വിദേശ രാജ്യങ്ങളൊക്കെ പോയി കൊത്തങ്കല്ല് കളിച്ചിട്ട് ജയിച്ചു വന്നിട്ടുള്ള ആളാണ്. ഉഗാണ്ട കറക്റ്റാ. റെഡിയല്ലേ? അതിന് ഓഡിയൻസ് ഒന്ന് മാറി തുടങ്ങി. കളി തീരുമ്പോൾ നിങ്ങൾ പറഞ്ഞോളി. ഓക്കെ, ഓഡിയൻസ് ഒന്ന് സരി ക്യാമറയിലേക്ക് മോനെ. റെഡി? അമ്മായി നിങ്ങളൊന്ന് നോക്കണം. കുഞ്ഞുമോളെ അങ്ങനത്തെ നിങ്ങൾ നോക്കണം കേട്ടോ, ഇവര് എങ്ങനെയാണ് കളിക്കുന്നതെന്നുള്ളത്. റെഡി? നിങ്ങൾ കൂടെ നോക്കി മൊത്തം ഒന്ന് കണ്ടോട്ടെ, ഓഡിയൻസ് ഒന്ന് കണ്ടോട്ടെ. റെഡി? സാഹിത്യ ലേശം ഒന്ന് എടുത്ത് നോക്കി. അപ്പൊ ഞാൻ മത്സരം ആരംഭിക്കാൻ പോവാണ്. ഒരു പാട്ടൊക്കെ ഇട്ടോ കേട്ടോ. റെഡി? ഓക്കെ, സാജിത പറയാണ്. ഒന്നിന്റെ സെറ്റ് കഴിഞ്ഞിട്ട് 2ന്റെ സെറ്റ്, 2ന്റെ സെറ്റ് കഴിഞ്ഞിട്ട് 3ന്റെ ഒരു സെറ്റ് ആടുക. ഇതൊരു ടൈമിനുള്ളിൽ വിസിൽ അടിക്കുമ്പോൾ സ്റ്റോപ്പ് ആവുക വേണം. അതിന്റെ എല്ലാ സ്റ്റെപ്പും കവർ ചെയ്ത ടീമാണ് വിന്നേഴ്സ് ആവുക. ആദ്യം 1 മാത്രം എടുക്കുക, പിന്നെ 2 എണ്ണം, പിന്നെ 3, പിന്നെ 4, നാലാമത്തത് അനങ്ങാതെ എടുത്ത്, പിന്നെ What
മറ്റേ ബലൂൺ പൊട്ടിച്ച മാതിരി ആയി പോകും. അതുകൊണ്ട് 4-5 ആൾക്കാർ നോക്കിക്കോളി. റെഡിയല്ലേ? അപ്പോൾ മത്സരം ആരംഭിക്കുകയാണ്. ലാസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു റൗണ്ട് ഇങ്ങനെയും കൂടി ഉണ്ട്. ഇതാ ഇങ്ങനെ എന്തോ നാക്കിയിട്ട് അത് കഴിഞ്ഞാലേ കളി കഴിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു വാരലുണ്ട്. റെഡി? അപ്പോൾ മത്സരം ആരംഭിക്കുകയാണ്. ആദ്യത്തെ വിസിൽ, രണ്ടാമത്തെ വിസിൽ. ആ താത്ത പോയി എന്ന് പറയുന്നുണ്ട്. ഏതോ ഒരു താത്ത പോയിട്ടുണ്ട്. ക്യാമറയുടെ മുന്നിൽ നിൽക്കരുത്. ക്യാമറയുടെ മുന്നിൽ നിൽക്കണം. കുട്ടികൾ മാറി കൊടുക്കുക. രണ്ടാളുകൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവർ ഞാൻ ഒന്നുകൂടി കളിക്കൂ. ആയിക്കോട്ടെ മോനെ, സ്പീക്കർ ഒന്നും അല്ലടാ.